അവർക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു മോഡൽ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? പഠനത്തിൽ നമുക്ക് ഒരു മൂഡ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ജസ്റ്റ് ആ അസ്ഹർ പരിസരത്ത് കൂടെ അങ്ങനെ പോയി അസ്ഹർ പള്ളിയിലൂടെ ഒന്ന് കറങ്ങി വന്നാൽ നമ്മൾ ഫുൾ ചാർജഡ് ആവും. പക്ഷെ അവിടെ വരുന്ന ഏത് വിദ്യാർത്ഥിയെയും ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കുകയും അവന് വേണ്ട പഠന സൗകര്യങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നിലവിൽ ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി മാത്രം അസ്ഹറിൽ അവരൊരു പാസ്പോർട്ട് ഓഫീസിൻ്റെ ഒരു സബ് സെൻറ്റർ തുറന്നിരിക്കുകയാണ്. നന്നായി മനുഷ്യരെ സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് ഇൽമിനെ സ്നേഹിക്കുന്ന എത്രയോ മനുഷ്യർ. അതായത് ചോദ്യം ഈജിപ്തിൽ പോയാൽ നമ്മൾ പേക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ സുയൂത്തി ഇമാമാണെങ്കിലും അല്ലെങ്കിൽ മഹല്ലി ഇമാമാണെങ്കിലും എല്ലാം കൈറോയിൽ തന്നെയാണ്, അസ്ഹറിൽ തന്നെയാണ്. അപ്പോൾ അവരാണ് ഈ പാരമ്പര്യം കാണിച്ചു തരുന്നത്. സൂക്ഷ്മതയുടെ വഴിയാണ് എപ്പോഴും ഇസ്ലാമിൻ്റെ വഴി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഫിഖ്ഹിലൊക്കെ എത്രയും സൂക്ഷ്മമായ രീതി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ജൽബിൽ മസാലിഹ് എന്നാണ്. ഈ അസ്ഹറിലേക്ക് വരുന്ന വിദ്യാർത്ഥി ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലെ പഠനം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. കോളേജിൽ നിന്ന് ഫാരിഗായി കഴിഞ്ഞാൽ പിന്നെ അവനിതിനെക്കുറിച്ച് ഒരു തുടർ പഠനം നടത്തണം താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് അസ്ഹർ എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? അദ്ദേഹം ഞങ്ങൾക്ക് തന്ന വസീയത്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉലമാവിനെ തന്നെ ഫോളോ ചെയ്യണം, ഒരിക്കലും ആ സംവിധാനം നിങ്ങൾ വിടരുത് എന്ന് പറഞ്ഞു. ബസ്സിലെ പാസേജ് ഉണ്ടാവുമല്ലോ, നിൽക്കുന്ന സ്ഥലം, അവിടെ ഇങ്ങോട്ട് ഇരുന്നു. അവൻ പടിഞ്ഞിരുന്നു. അവൻ ചുറ്റുഭാഗം ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ കിതാബിലുള്ളത് അവൻ അവിടെ ഇരുന്നിട്ട് അവൻ ഇങ്ങനെ പഠിക്കുക. നമ്മൾ പള്ളിയിലിരുന്ന് ഓതി പഠിക്കും പോലെ അവൻ ആ മത്തിന് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക. കുല്ലിയ തിജാറയിലേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ ഫയലിനകത്ത് ഖുർആൻ ഉണ്ടാകും, കയ്യിൽ തസ്ബീഹ് ഉണ്ടാകും. പക്ക നമ്മൾ ഈ ന്യൂജൻ എന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ കയ്യിൽ ഇതാണ് ഒരു ചെറിയ വിദ്യാർത്ഥികളുടെ രീതി പോലും. അപ്പോൾ ഞങ്ങളെ മൗലിദ് ഇവിടെ നിന്ന് കേട്ടിട്ട് അവിടെ നിന്ന് ജിഫ്രി തങ്ങൾ പറഞ്ഞു പോലും അതാ ഷെയ്ഖ് അബൂബക്കറിൻ്റെ കുട്ടികളായിരിക്കും.